വിഷ്ണു ഭഗവാൻ എങ്ങനെ പത്മനാഭ ക്ഷേത്രത്തിലേക്ക് വന്നു എന്ന് നിങ്ങൾക്കറിയാമോ? കേരളത്തിലെ ഒരു കാട്ടിൽ ഒരു കുഞ്ഞായി വന്ന വിഷ്ണു ഭഗവാൻ പിന്നീട് പത്മനാഭസ്വാമിയായി തിരുവനന്തപുരത്ത് സ്ഥിരമായി വാഴാൻ തുടങ്ങി. ഈ കഥയുടെ അവസാനം കേൾക്കുമ്പോൾ മനസ്സിലാകും എന്തുകൊണ്ടാണ് പത്മനാഭസ്വാമിയെ 3 വാതിലുകളിലൂടെ കാണാൻ കഴിയുന്നതെന്ന്. കാലങ്ങൾക്ക് മുൻപ് വില്വമംഗലം സ്വാമിയാർ ആഴത്തിലുള്ള തപസ്സിലായിരുന്നു. അദ്ദേഹത്തിന് ഒരു അപൂർവ ശക്തിയുണ്ടായിരുന്നു. ദൈവ സാന്നിധ്യം ഏതു രൂപത്തിൽ ആയിരുന്നാലും തിരിച്ചറിയാൻ കഴിയുന്ന ശക്തി. ഒരു ദിവസം രാവിലെ ഒരു ചെറിയ ബാലൻ അദ്ദേഹത്തിൻ്റെ മുൻപിലെത്തി. അവൻ ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ കണ്ണുകളിൽ സാധാരണ കുട്ടികളിൽ കാണാനാകാത്ത ഒരു ദിവ്യത്വം കാണുന്നുണ്ടായിരുന്നു. വില്വമംഗലം സ്വാമിയാർക്കുടൻ മനസ്സിലായി ഇത് സാധാരണ ബാലനല്ല, വിഷ്ണു ഭഗവാൻ തന്നെയാണെന്ന്. ആ ബാലൻ പറഞ്ഞു, ഞാനിവിടെ താങ്കളുടെ കൂടെ താമസിക്കാം. പക്ഷേ ഒരു നിബന്ധനയുണ്ട്, എന്നെ ഒരിക്കലും സഹായിക്കരുത്. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം പൂജയ്ക്കിടെ സ്വാമിയാർ ശാലിഗ്രാമത്തെ ആരാധിക്കുകയായിരുന്നു. അപ്പോൾ ആ ബാലൻ ശാലിഗ്രാമമെടുത്ത് വായിൽ വെച്ച് ചിരിച്ചു. ആ കാഴ്ച കണ്ട സ്വാമിയാർ ബാലനെ സഹായിച്ചു. അടുത്ത നിമിഷം ആ ബാലൻ അപ്രത്യക്ഷനായി. പിന്നീട് ഒരു ശബ്ദം കേട്ടു, എന്നെ വീണ്ടും കാണണമെങ്കിൽ അനന്തൻകാട്ടിലേക്ക് വരൂ. ഇത് കേട്ട സ്വാമിയാർ അനന്തൻകാട് തേടി കാടുകളിലൂടെ ഓടി ദിവസങ്ങളോളം വിശന്നും ക്ഷീണിച്ചും യാത്ര തുടർന്നു. അവസാനം അനന്തൻകാട്ടിൽ എത്തി. ഒരു വലിയ ഇലിപ്പ മരത്തിൻ്റെ തണലിൽ ആ ബാലൻ നിന്നിരുന്നു. സ്വാമിയാർ അടുത്തേക്ക് എത്തും മുൻപേ തന്നെ ആ ബാലൻ മരത്തിനുള്ളിലേക്ക് കടന്നു. അടുത്ത നിമിഷം ഭൂമി നടുങ്ങി. ആ ഇലിപ്പ മരം വലിയ ശബ്ദത്തോടെ 2ആയി പിളർന്നു. അതിനുള്ളിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു അനന്തശയനത്തിൽ വിശ്രമിക്കുന്ന പത്മനാഭസ്വാമി. ആ രൂപം അത്രയും വലുതായിരുന്നു. ഒരു മനുഷ്യന് മുഴുവൻ രൂപവും ഒരേ സമയം കാണാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. ഭയത്തിലും ശക്തിയിലും വിറച്ച സ്വാമിയാർ ചോദിച്ചു, പ്രഭോ, ഈ രൂപത്തിൽ ഞാൻ എങ്ങനെ അങ്ങയെ ആരാധിക്കും? അപ്പോൾ പത്മനാഭസ്വാമിയുടെ രൂപം പതുക്കെ ചെറുതാകാൻ തുടങ്ങി. അവസാനം സ്വാമിയാർക്ക് പ്രണാമം ചെയ്യാൻ കഴിയുന്ന വലുപ്പത്തിലേക്ക് ഭഗവാൻ ചെറുതായി വന്നു. വർഷങ്ങൾക്ക് ശേഷം രാജാക്കന്മാർ അവിടെ ക്ഷേത്രം പണിഞ്ഞു. അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഭഗവാന്റെ രൂപം ഇപ്പോഴും വളരെ നീളം ഉള്ളതായിരുന്നു. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ 3 വാതിലുകൾ നിർമ്മിക്കപ്പെട്ടത്. ഒന്നിലൂടെ ഭഗവാന്റെ തിരുമുഖം, മറ്റൊന്നിലൂടെ താമരനാഭി, അവസാനത്തേതിലൂടെ തിരുവടികൾ. അതുകൊണ്ടാണ് ഇന്നും പത്മനാഭസ്വാമിയെ 3 ഭാഗങ്ങളായി കാണാൻ കഴിയുന്നത്. അങ്ങനെ ഒരു ബാലനായി വന്ന വിഷ്ണു ഭഗവാൻ തിരുവനന്തപുരത്തിൻ്റെ നിത്യരക്ഷകനായി മാറി. ഇന്നും 3 വിശുദ്ധ വാതിലുകൾക്കപ്പുറം അനന്തപത്മനാഭൻ ഈ നാടിനെ കാത്തുരക്ഷിക്കുന്നു.